മനസ്സിലാവുന്നുണ്ടോ? തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ആ ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണിത് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദ കോലാഹലങ്ങളും ഇതിന്റെ ഫലമത്രേ. ധനമോഹത്തിന്റെ ഫലമാണ് വാദകോലാഹലങ്ങൾ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിലെ പറയാണ്, ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ധനലാഭത്തിനുള്ള മാർഗമാണ് ദൈവഭക്തി എന്ന് കരുതുന്ന മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദ കോലാഹലങ്ങൾ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ഇഷ്ടമാകുമോ മനസ്സിലാവുമോ എന്നറിയില്ല. എവിടെ ചെന്നാലും പണസംബന്ധമായ തർക്കലാണ് അല്ലേ? നമ്മൾ ഈ പള്ളി പൊതുയോഗത്തിനൊക്കെ ചെന്നിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും തർക്ക വിഷയമാകും. ഈ ആണ്ടിൽ എത്ര മധ്യസ്ഥ പ്രാർത്ഥന എഴുതിച്ചു, എത്ര വഴിപാട് കുർബാന വന്നു, എന്താണ് കുറഞ്ഞു പോയത്, പറഞ്ഞ മനസ്സിലായില്ലേ? ഭണ്ണാരപ്പെട്ടിയിൽ പൈസ എത്ര വീണു, എത്ര കിട്ടി, കുറഞ്ഞു പോയാൽ അതൊക്കെ തന്നാണ്ട് ഭരിച്ച ഭരണക്കാരുടെ കുഴപ്പമാണ്. പണസംബന്ധമായ വാദകോലാഹലങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വാദകോലാഹലം നടക്കുന്നത് അതിൻ്റെ പേരിലാണ്. എന്താ, ഭർത്താവ് എന്നോട് പറയാണ്, വീട്ടിലേക്ക് ആരെ സാധനങ്ങൾ വാങ്ങണമെന്ന് ചോദിച്ചാൽ ഭർത്താവ് എന്ത് പറയും? ഞാനാണ് വാങ്ങണം. എന്താ കാരണം? അവളെ ഏൽപ്പിച്ച അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കും, സമയത്തൊന്നും കിട്ടിയില്ല, പൈസ ചിലവാകണത് അറിയില്ല. ഭാര്യയോട് ചോദിക്കുകയാണ്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ ആരാ വാങ്ങണത്? ഞാനാ വാങ്ങണേ. ആ മനുഷ്യന് ചുമ്മാ ദൂർത്താണ്. ഒരു 10 പൈസ സൂക്ഷിച്ചു വെക്കേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല. ഇതിന്റെ പേരിൽ എന്നും അടി നടക്കുന്നുണ്ട് മിക്കവാറും ദിവസങ്ങൾ അല്ലേ? വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചതിന്റെ കണക്ക് ചോദിക്കും. എന്താ ഇന്നലെ മേടിച്ചല്ലേ, മിനിഞ്ഞാന്ന് മേടിച്ചല്ലേ, അന്ന് മേടിച്ചല്ലേ, ഇന്നും മേടിച്ചല്ലേ. പേടിച്ചിട്ടൊരു സാധനം അടപ്പത്ത് വെക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലുള്ള പെണ്ണുങ്ങളുണ്ട് ഈ ലോകത്ത്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ വരുമാനമൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ അടി എന്താന്ന് ചോദിച്ചാൽ, അവരവരുടെ വരുമാനം അവരവരുടെ പേഴ്സണലാണ്. അക്കൗണ്ട് ബാങ്കിൽ പാസ്ബുക്ക് പോലും കാണിക്കൂല. ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ, അവർ തമ്മിൽ അവരുടെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കിന്റെ കാരണം, വഴക്കാണ്, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഒരു മുറിയിലും ഒന്നുമല്ല താമസിക്കുന്നത്, 2 സ്ഥലത്താണ്. പ്രായമായി എൻ്റെ അടുത്ത് വന്നത് മക്കളെ ചൊല്ലി പ്രാർത്ഥിക്കാൻ വന്ന, മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടണം. അപ്പൊ ആരോ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലൊക്കെയാണ് ഗുണം കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അവര് അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങളെ വേണ്ടിയിട്ട് വർഷങ്ങളായി, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നത് പോലും ഭർത്താവിന് അറിയില്ല. അവളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നു, അത് അവള് സൂക്ഷിച്ചു വെക്കുന്നു, അതിലേക്ക് ആരും കൈകടത്താൻ സമ്മതിക്കില്ല. അപ്പൊ ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്ന മനുഷ്യർ തമ്മിലുള്ള മിണ്ടുകയല്ല, തുടർച്ചയായ വാദകോലാഹലം, എന്നും അടിയാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടാതല്ലായിരിക്കും. എന്നും പൈസയെ ചൊല്ലി വീട്ടിൽ തർക്കമുണ്ടോ എന്ന് ചിന്തിച്ചു. എന്നും എന്തിനെ ചൊല്ലി? പൈസയെ ചൊല്ലി തർക്കം. ഇപ്പൊ വായിച്ച ദൈവവചനം എന്താണെന്നറിയോ? തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം.
ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പണസംബന്ധമായി ഒരു വഴക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെ പിശാച് കയറും. ആരെങ്കിലും നശിപ്പിക്കട്ടെ, ആരെങ്കിലും ദൂർത്തടിക്കട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, ദൈവത്തിന് അവരെയൊക്കെ പിടിച്ചു നിർത്താൻ കഴിയും. ഞാൻ അവരെ ഉപദേശിക്കുന്നതും ഞാൻ വഴക്കുണ്ടാക്കുന്നതും എൻ്റെ ഉള്ളിലെ ധനമോഹം കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. നീതി നടത്തണ്ട, ന്യായം പറഞ്ഞു കൊടുക്കണ്ട, വിവേകം പറഞ്ഞു കൊടുക്കണ്ട, എല്ലാവരും ദൂരത്തിന് കൂട്ടുന്നോന്നുള്ളത് പറഞ്ഞതിന്റെ അർത്ഥം. എൻ്റെ ഉള്ളില് പ്രശ്നമാണോ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത്? എൻ്റെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് വാദകോലാഹലങ്ങൾക്ക് കാരണമാവും. അടുത്ത വാക്യം എന്താ പറയുന്നേ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്തെങ്കിലും പറ്റുമോ? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക പറ്റുമോ? നമ്മൾ പരീക്ഷിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക. കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, ചോറാണെങ്കിൽ ചോറ്, കട്ടമുളകാണെങ്കിൽ കട്ടമുളക്, കുഴിമന്തി ആണെങ്കിൽ കുഴിമന്തി. ഇനി കുഴിമന്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് കുഴിമന്തി കൊണ്ടുപോയി അന്ന് ഏമ്പക്കമാണ്, അന്ന് ഇതൊന്നും തിന്നാൻ പാടില്ല. മനുഷ്യന് എന്തെങ്കിലും തിന്നാൻ പറ്റുന്ന ദിവസം ഒന്നും കൊണ്ടുവരില്ല. അപ്പനും മക്കൾക്കും രുചി കയറുന്ന ദിവസമൊക്കെ കൊണ്ടുവരില്ല, കൊണ്ടുവരും. എന്തിനിങ്ങനെ പണം നശിപ്പിക്കണം പുള്ളി എന്ന് പറഞ്ഞിട്ട് അടുത്ത രേഖ സത്യത്തിൽ തിന്നാൻ പറ്റാഞ്ഞിട്ടാ. ഏതാണ്ട് പൊതിയായിട്ട് മുകളിലേക്ക് പോണാണ്ടെന്ന് അമ്മായിയമ്മ പറഞ്ഞ, ഏതാണ്ട് പൊതിയായിട്ട്. കൊച്ചുങ്ങൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നടാ അപ്പം കൊണ്ടുവന്ന് പപ്പ കൊണ്ടുവന്ന് അമ്മയുടെ ആയി കൊടുക്കണുണ്ടല്ലോ, അത് കുഴിമന്തി ആയിരുന്നു അമ്മമ്മേ. എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കണ കാര്യം വല്ലതും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും ഉള്ളത് ഇല്ല എന്നാണ് പറഞ്ഞേ. അപ്പയുടെ അതിൽ കാശുണ്ടായില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവന്നില്ല എന്നാ പറഞ്ഞേ. നമ്മളോടൊക്കെ എൻ്റെ ജമ്മാച്ച കൊതി ഉണ്ടായിട്ടൊന്നും അല്ല, വേണ്ട. എന്നാൽ ആ പോയ വഴിക്ക് ഒരു വാക്ക് ചോദിക്കാറുന്നല്ലോ. ഏതാണ്ട് കൊണ്ട് മുകളിലേക്ക് പോയി. പിന്നെ എന്താണ് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായില്ലേ? ആ രാത്രി സുഖമായിട്ട് ഉറങ്ങണില്ല. പിറ്റേ ദിവസം 4 അയൽവക്കത്തെ ഏലിയമ്മയോടും ചോച്ചാമ്മയോടും പറഞ്ഞു, ഇവിടുത്തെ കാര്യമല്ലോട്ടോ ഞാൻ പറഞ്ഞേ, പറഞ്ഞില്ലെങ്കിൽ കിടക്കപ്പെടുത്തിയില്ല, ഇരിക്കപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും അവരവരുടെ സ്വതന്ത്ര ജീവിതമാണ് എല്ലാവരും കൊതിക്കണേ. എല്ലാവർക്കും ആരോഗ്യമുണ്ട്, ഇപ്പൊ ആവശ്യത്തിലേറെ ആരോഗ്യമുണ്ട്. രോഗങ്ങളുണ്ട്, അപ്പൊ തന്നെ ആരോഗ്യമുണ്ട്. മക്കളാരും കൂടെയില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുക. വല്ലപ്പോഴൊക്കെ മക്കൾ വന്ന്, കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ധ്യാനത്തിന് വന്നപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയക്ക് മോൻ കൊണ്ടുപോകും. 2-3 ദിവസം അവിടെ ചെന്നു. അവിടെ ചെന്ന് എന്തെങ്കിലും കുശുമുണ്ടായ്മയൊക്കെ പറയും. ഈ പറഞ്ഞ പോലെ എന്തുട്ടികളാ കൊണ്ടുപോകാണ്ട്, മമ്മി ഇപ്പം എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞ് പിള്ളവായി കള്ളമില്ലാതെ അങ്ങോട്ട് തുറന്നു പറയും. പിന്നെ 3-ാം ദിവസം വേണമെങ്കിൽ അവിടുന്ന് പോരും. അന്നേരം തണുപ്പിന് കുറ്റം. UK-യിലും ഓസ്ട്രേലിയയിലും കാനഡയിലും തണുപ്പിന് അന്നേരം കുറ്റം. കുശുമ്പുണ്ടാക്കി പോന്നല്ല പറയണേ, അവിടെ ഒന്നും തണുപ്പായിട്ട് നിൽക്കാൻ പാടില്ല. ഇതിപ്പോ ലൈവ് ഇതിങ്ങനെ കേൾക്കണതായോണ്ട് എന്നെ ആരും തെറി പറയരുത്. ഈ കുശുമ്പ് നമുക്ക് ഇങ്ങനെ കുറ്റമായിട്ട് മാറും. പിന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു കൊതി. വിളിക്കണില്ലോ, എന്താ വിളിക്കാത്തത്? കാര്യം വേണമെങ്കിൽ ആ പിള്ളേരെയൊക്കെ കാണാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും. എന്താ കാരണം? കാരണം ഇതാണ്, ഈ ധനലാഭത്തിനുള്ള ഭക്തിയായിട്ടാണ് നടക്കണേ. ധനം നഷ്ടപ്പെടുത്താനുള്ള ഭക്തിയൊന്നും ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടില് എന്തെങ്കിലും കൊണ്ടുവന്ന് തിന്ന് അവരൊക്കെ തിന്നും കൊണ്ട് പോയിക്കോട്ടെ എന്ന്. അവർ തരണമെങ്കിൽ തരട്ടെ, തന്നില്ലെങ്കിൽ തരില്ല. ഉള്ളത് കൊണ്ട് അവനവൻ എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ
അല്ലേ? അവനവന്റെ കയ്യില് ഒരു മുളക് അരച്ചു കൂട്ടിയാണെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനുള്ള, എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അല്ലാതെ ഈ പൊതിയുടെ പുറകെ എങ്ങനെ ആലോചിച്ച് നടന്ന് എന്നിട്ട് ഒരു 7:30 ആകുമ്പോൾ ഒരു കുരിശ് വരയ്ക്കാൻ കയറലും. കുരിശ് വരയ്ക്കാനിരിക്കുമ്പോഴും ചിന്ത എന്താ? ആ പൊതിയില് എന്തായാലും. ഇനി പള്ളിയിൽ വെച്ച് അച്ഛനം കണ്ടാലോ, എൻ്റെ വല്യോ ആ വല്യമ്മയുടെ ഭക്തി കൊണ്ടാണ് ആ കുടുംബം നിൽക്കണേന്ന് പറയും. ആ വല്യമ്മ മരിക്കാൻ നേരത്തി അച്ഛന്റെ പ്രസംഗം പറ്റ കേട്ടാലല്ലോ അപ്പൊ തന്നെ മാലാഖ കൊണ്ടുപോണ പോലെ തോന്നും. ഒരു കൊതി ഉണ്ടായില്ല, ഒരു പരാതി ഉണ്ടായില്ല. അയ്യോ, ദുഃഖവെള്ളിയാഴ്ചത്തെ കഞ്ഞിയും സമാജത്തിലെ കൂട്ടാനും അതിന്റെ രുചി ഓർക്കുമ്പോ പള്ളിയിൽ തന്നെ ഇരിക്കാൻ തോന്നും. പക്ഷെ വീട്ടിൽ വന്ന പൊതി എന്താന്നാണ് അന്വേഷിക്കണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല. ആരൊന്നും മിണ്ടാത്തത് ഉറക്കെ വായിച്ചു നോക്കിയേ. ഈ ലോകത്തേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. അല്ലേ? നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അച്ചാറൊക്കെ മുഴുവൻ തിന്നിട്ട് പോകാൻ പറ്റുമോ? ഇവിടുന്ന് പറ്റുമോ? ഇല്ല, ഒന്നും നിന്നിട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ അമ്മ, ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കണമെന്ന് അറിയില്ല, എൻ്റെ അമ്മ അത്താഴത്തിലേക്കുള്ള മീൻ നന്നാക്കിക്കൊണ്ടിരുന്ന അത്താഴത്തിനുള്ള മീൻ, അത് നല്ല ഐസിടാത്ത പച്ച മീൻ തോപ്പുംപടിക്ക് ഹാർബറിൽ നിന്ന് അപ്പം മേടിച്ചുകൊണ്ട് വന്നാ. തോപ്പുംപടിക്ക് ഇവിടെ ബസ് ഓടി വന്ന 1 മണിക്കൂർ താമസം ഉണ്ടായിട്ടുള്ളൂ. ആ മീൻ അമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്, ഏകദേശം ഒരു 4 മണിയായി കാണും, 3:30-4 മണിക്ക് ഇടയ്ക്ക് കേടുകൂടാതെ ഇത്രയും നേരം പച്ചമീൻ വണ്ടിയിലിരിക്കുകയല്ലായിരുന്നോ. അപ്പോ അത് പെട്ടെന്ന് തന്നെ നന്നാക്കാൻ വേണ്ടി ഇപ്പൊ ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ ധ്യാനത്തിന് പോയിക്കുക പ്രാർത്ഥിക്കാൻ. ഇപ്പൊ കടുക്ക എവിടെയോ, വീട്ടിൽ ആരുമില്ല. അമ്മയ്ക്ക് സുഖമില്ലെങ്കിലും അമ്മ നന്നാക്കാൻ എടുത്തു. അതിന്റെ ചതുമ്പലെല്ലാം കുത്തിക്കളഞ്ഞു. അത് കഴുകാൻ എഴുന്നേറ്റതാന്നാ പറയണേ. കഴുകാൻ എഴുന്നേറ്റു. അത് പറഞ്ഞതല്ല, മനസ്സിലായതാണ്. പൈപ്പിന്റെ ചോട്ടിൽ ചട്ടി കിടക്കണു, മീനൊക്കെ പൂച്ച തിന്നണു. ഞാൻ താഴത്തെ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പന്റെ നിലവിളി കേട്ട്. അപ്പനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അന്നേരം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓടിച്ചെല്ലുമ്പോ അപ്പന്റെ നിലവിളിയിട്ട് ഓടുമ്പോ അമ്മ ഈ കിണറ്റിലരികെ ഈ പൈപ്പിന്റെ ചോട്ടിൽ കിടന്ന് കൈകാലിട്ട് അടിക്കുകയാണ്. ഇപ്പുറത്ത് ഈ പൂച്ചകള്, മീൻ നന്നാക്കി വന്നിരുന്ന പൂച്ചകള് ഇതുമൊക്കെ തിന്നുകയാണ്. ചട്ടി ഒരു വശത്ത് കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് റോട്ടിലേക്ക് ഓടിച്ചെന്ന് ചേട്ടന്റെ കടയിൽ പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ആരോ സൈക്കിൾ എടുത്ത് കൊണ്ടുപോയി പുക്കാട്ടുപടിക്ക് പോകണം കാറ് കിട്ടണമെങ്കിൽ. കാറ് വന്ന് അമ്മേനെ കയറ്റിക്കൊണ്ടു പോകുമ്പോഴത്തേക്ക് അമ്മ എൻ്റെ കൈ കിടന്ന് മരിച്ചാന്നും എനിക്കറിയില്ല. അമ്മയുടെ ഈ ശബ്ദം നിലച്ചു. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ള ആളാണ്, വാൽവ് ചുരുങ്ങുന്ന അസുഖമാണ്. ഒരു വാൽവ് 46-ാമത്തെ വയസ്സിൽ പോയതാ. പിന്നെ 20 കൊല്ലം ഒരു വാൽവേലും ജീവിച്ചു. 66-ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടക്കണേ. അപ്പൊ എന്റെ വിചാരം അമ്മയ്ക്ക് ശ്വാസം കിട്ടാതെ വന്നതെന്നാ. പക്ഷെ പുക്കാട്ടുപടി വരെ പോയുള്ളൂ. അവരവിടെയുള്ള ഒരു ക്ലിനിക്കിൽ കയറ്റി കൊണ്ടുപോയവര് മരിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. അന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ സമയത്ത് ശബ്ദമെല്ലാം നിലച്ചത് മരണത്തിന്റെ സമയമായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഞാൻ ചിന്തിക്കുന്നതാണ്, 1991 അമ്മ മരിക്കണേ. മനസ്സിലായോ? അന്ന് മുതൽ ഞാൻ ചിന്തിക്കണ, ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ. ഒരു കൂട്ടാനും ഉണ്ടാക്കി വെച്ച് തിന്നിട്ട് ആരും പോകൂല അവിടുന്ന്. ചില ആളുകൾ പറയും അത്താഴ ഊണും കഴിഞ്ഞ് 10 കൂടി കഴിച്ചതാന്ന്. 10 കൂടി കഴിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ആ ഒരു ശീലമുണ്ടല്ലോ, അതും കൂടി കഴിച്ചതാണെന്ന്. ഞങ്ങളിങ്ങനെ മരിച്ച വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോ സാധാരണ മനുഷ്യപ്പറ്റുള്ളൊരു ചോദ്യമാണല്ലോ. എന്ത് ചോദ്യം? എപ്പോഴാ മരിച്ച? പ്രത്യേകിച്ച് ഒരു അസുഖങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല, ഭംഗിയായിട്ട് അത്താഴം കഴിച്ച്. പിന്നെ ജമാഅത്തിനോട് ജമീൽ പറയാലോ,
ആ പതിവുള്ളതും കൂടി ചെവി പറയും, പതിവുള്ളതും കൂടി കഴിച്ച എന്ന് പറഞ്ഞാൽ മക്കൾ അത്രമാത്രം ഭംഗിയായിട്ട് നോക്കിയാണ് ഇപ്പൊ പോയേക്കണേന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ആ പോക്ക് കൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് വിചാരിക്കണ്ട. ഇമ്പക്ക് ഇവിടെ ഒരു സന്തോഷം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പുറത്തേക്ക് ചെല്ലുമ്പോ ആ എന്നകതാൽ ഇളകിയിടുന്ന കഠിന ഭയത്താൽ എൻ്റെ അകതാര് ഇളകിയിടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഒന്നുകൊണ്ടും ഇവിടുന്ന് നമ്മൾ പോകുന്നില്ല. 8-ാമത്തെ വാക്യം, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. 9-ാമത്തെ വാക്യം, സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനും നിങ്ങളെ ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. 4 കാശ് വേണ്ടാന്ന് വെക്കാൻ സമ്പന്നനാകണ്ടെന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് സംഭവിക്കും? പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിബന്ധിക്കുന്നു. കണ്ടോ? മനുഷ്യനെ നാശത്തിലേക്കും പിന്നെ കെണിയിലേക്കും പ്രലോഭനത്തിലേക്കും അധപ്പതനത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിബന്ധിക്കുന്നു. ഈ കെണികൾ മൊത്തം വന്ന് കിടക്കണതിന്റെ കാരണം എന്താ? ഈ 10 രൂപയ്ക്ക് വരെ പലിശക്ക് എടുത്തിട്ട് ഈ ലക്ഷങ്ങളൊക്കെ ലോൺ എടുത്തിട്ട് കടബാധ്യതകളായി ഇങ്ങനെ നിൽക്കണതിന്റെ കാരണം എന്താ? ഈ കെണി വന്ന് പെടുക, എലി ട്രാപ്പിൽ ചാടുന്നത് പോലെ ചാടുക. നമ്മുടെ ഉള്ളിലൊക്കെ ഒരാഗ്രഹമുണ്ട്. എന്താണ്? 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടായാൽ ആയുധാമകിലാശ്ചര്യമെന്നതും അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനുഷ്യൻ ഒരു കാലത്തും അർത്ഥം പണം എത്ര ഉണ്ടായാലും തൃപ്തി വരുന്നില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടമാണ്. ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല, ഇങ്ങോട്ട് കിട്ടി. തന്നാ എന്താന്ന് ചോദിക്കുന്നത് അല്ലേ? അവിടെയൊക്കെ ധാരാളം ഉണ്ട്. തന്നാ എന്താ പിള്ളേ? ഒരു തേങ്ങയല്ലേ ഇഷ്ടം പോലെ തോട്ടുകർമ്മത്തേടെ പോയപ്പോ കിട്ടിയതാ. അത് എടുക്കാമോ ചേച്ചി? പിന്നെന്താ എടുത്താ? ഇഷ്ടം പോലെ കിടക്കല്ലേ പിള്ളേ. പറഞ്ഞ മനസ്സിലായല്ലേ? വല്ലോന്റെ മുതലാന്നുള്ള വിചാരം കട്ടെടുത്തിട്ട് പോവാണ്. കട്ടതാണ്, പക്ഷെ കളവാന്ന് തിരിച്ചറിയണില്ല. ഇഷ്ടം പോലെ ഉണ്ടെന്ന്. എന്റെ അല്ല, എനിക്ക് എടുക്കേണ്ട അവകാശമില്ല. പക്ഷെ അവർക്കെന്തുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എടുത്തു നടത്തുന്ന കുഴപ്പം? മനസ്സിലായില്ലേ? നീ അതാരെങ്കിലും കുറ്റം പറഞ്ഞാലോ? ഒരു കാന്താരിമുളകല്ലേ പുള്ളി, ഒരു തേങ്ങയല്ലേ, ഒരു കുമ്പളങ്ങിയല്ലേ, എന്തോരം ഉണ്ടായിട്ട് കൊടുക്കത്ത് ഇങ്ങനെ കഠിന മനുഷ്യരുണ്ടോ? അല്ലാതെ എന്റെ അത്യാർത്ഥിയാണോന്നല്ല ചിന്തിക്കണേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് വഴിയെ പോകുമ്പോ ഓലച്ചൂട്ടോ തെങ്ങും കയ്യോ തേങ്ങയോ ഒന്നും അവന്റെ സ്വന്തം അല്ലാത്തൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു തിയറി. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. മനസ്സിലായില്ലേ? സ്വന്തം അല്ലാത്തതൊന്നും സ്വന്തം ഉണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാത്തവന് കൊടുക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ പിന്നെ അവരുടെ ആണല്ലോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുത്തു കഴിയുമ്പോ അതിന്റെ പിന്നിലുള്ള രഹസ്യം എനിക്ക് പോരാ എന്നുള്ള, പറഞ്ഞു മനസ്സിലായേ? എനിക്ക് പോരാ എന്നുള്ള. നമ്മളിങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, ഈ കിറ്റിന് വേണ്ടിയാണോ അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കൂലേ? പോരാ അത് മേടിച്ചു വെച്ചാ അവിടെ പിന്നെ ഒരു ലാഭം ഉണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായല്ലേ? ഇന്ന് എനിക്ക് 1000 രൂപ ചെലവാക്കേണ്ട இடത്തിൽ 500 ഉള്ളെങ്കിൽ 500 എനിക്ക് അർഹതപ്പെട്ടതാണെന്നല്ല, പക്ഷെ എനിക്കത് കൂട്ടി വെക്കാലോ.
അതുകൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഞാൻ വാങ്ങും. അതിനകത്ത് നീതിയോ ന്യായമോ ഒന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് കിട്ടുക, ഞാൻ വാങ്ങുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് നിങ്ങൾ വേറൊന്നുമായിട്ട് എടുക്കണ്ട കേട്ടോ, ഇത് സുവിശേഷമായിട്ട് എടുത്താൽ മതി. അതിന് എന്നെ നോക്കിട്ട് കയറണ്ട. അപ്പൊ നമ്മൾ പലപ്പോഴും എന്തിന്റെ അടിമയാണ്? പണത്തിന്റെയും വസ്തുക്കളുടെയും ഒക്കെ അടിമയാണ്. വെറുതെ കിട്ടിയാ ഇങ്ങനെ എടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും 10 സാരി ഉണ്ടെങ്കിലും എന്നാലും ഒരു സാരി വേണമെന്ന് ചോദിച്ചില്ല. 10 ഉണ്ട് നിലവിൽ. ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം എവിടെയെങ്കിലും പോകണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചുരിദാറാ. ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ മാത്രം ഒന്ന് എടുത്തുകൊണ്ട് പോകണം. എന്നാലും ഇഷ്ടം പോലെ ബാക്കി കിടക്കാണ്, ആർക്കെങ്കിലും കൊടുക്കാം. എന്നാലും കെട്ടിയവനോട് ചോദിക്കും, ഇന്നവരെ വേണോന്ന് ചോദിച്ച് തന്നിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? ഒരു കുത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭക്ഷണവും വസ്ത്രമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കണിയിലും മനുഷ്യന്റെ നാശത്തിലേക്കും അധപ്പതനത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിബദിക്കുന്നു. എന്തെന്നാൽ ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും വിട്ടുപോയോ മൂലകാരണം. എന്തെന്നാൽ പണക്കൊതിയാണ്, ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം. അടുത്ത വാക്യം, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ചിന്തയാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ. ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ വാക്യത്തിൽ പിതൃസ്വത്ത് പങ്കുവെക്കാൻ ഗുരു എന്റെ സഹോദരനോട് കൽപ്പിക്കണം. ആരാണ് എന്നെ നിങ്ങളുടെ പിതൃസ്വത്ത് പങ്കുവെക്കുന്നവനും വിധികർത്താവുമായി നിയമിച്ചത്? സകല ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്നു കൊള്ളുക. രണ്ടാമത്തെ ചിന്ത, പോഷന്റെ വയല് വിളഞ്ഞു, പക്ഷെ അവൻ തന്നോട് തന്നെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ നമ്മളുടെ വയല് വിളഞ്ഞാൽ അപരനും കൂടി ഉള്ളതാണ് അല്ലേ? നിർധനരും അവസരം ഭക്ഷിച്ച് നിർസ്ഥിതി പാടട്ടെ. മൂന്നാമത്തെ ചിന്ത, സകല തിന്മകളുടെയും മാതാവ്, സകല തിന്മകളുടെ അടിസ്ഥാന കാരണം, മൂലകാരണം പണക്കൊതിയാണ്. അതുകൊണ്ട് ദൈവഭക്തി ധനലാഭത്തിനുള്ള ആദായ മാർഗമായി, ആദായ സൂത്രമായിട്ട് അതിനെ എടുക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഈ ലോകത്തേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നില്ല. വസ്ത്രവും ഭക്ഷണവും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കണം. അതുകൊണ്ട് ആഹാരത്തിന്റെ പേരിലായാലും പണത്തിന്റെ പേരിലായാലും കുടുംബത്തിൽ വഴക്കുണ്ടാക്കരുത്, സഭയിൽ വഴക്കുണ്ടാക്കരുത്, പള്ളിയിൽ വഴക്കുണ്ടാക്കരുത്, സമൂഹത്തിൽ വഴക്കുണ്ടാക്കരുത്. എല്ലാവരും അവരവർക്ക് അത്യാവശ്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളവർക്ക് എടുക്കാതിരിക്കുക. അത് അർഹതപ്പെട്ടവന് പോയിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധനത്തിന്റെ കാര്യത്തിൽ ചില വിശുദ്ധി നമ്മൾ ഇനിയും കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അബ്രാഹാമിനെ ദൈവം സമ്പന്നനാക്കി, ഇല്ലേ? അബ്രാഹാമിനെ ദൈവം സമ്പന്നനാക്കി. അബ്രാഹാം മരിച്ച് ദൈവത്തിന്റെ സ്ഥലത്തിരിക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ഭൂമിയിൽ ദരിദ്രനായ ഒരു മനുഷ്യൻ, നായ്ക്കൾ വ്രണം നോക്കിയിരിക്കുന്ന ഒരു ലാസറും ദൈവസന്നിധിയിലെത്തി. അവനും അബ്രാഹാമും ഒരുമിച്ചിരിക്കുന്നു. എന്നാൽ പങ്കുവെക്കാത്ത, സ്നേഹിക്കാത്ത, പണം തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവനവന്റെ പണം അവനവന്റെ ആവശ്യത്തിന്, അവനവന്റെ ദൂരത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടുവസ്ത്രവും മൃദുല വസ്ത്രവും ആഡംബര വിഭൂഷനായി ജീവിച്ച ധനവാൻ അന്ന് നിലവിളിക്കുന്നു, ഒരു തുള്ളി വെള്ളം പെരുവരൽ മുക്കി എന്റെ അതിരത്ത് തൊടിക്കാൻ ലാസറിനോട് പറയണമേ. അപ്പോൾ അബ്രാം പിതാവ് പറഞ്ഞു, സാധ്യമല്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും മധ്യത്തിൽ ഒരു വിടവുണ്ട്, ഒരു ഗർത്തമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും സാധ്യമല്ല. ആരുണ്ടാക്കിയ ഗർത്തം? ലാസറും അബ്രാഹാമും ഇരിക്കുന്നിടത്തേക്ക് ഈ ധനവാന് കയറി ചെല്ലാൻ പറ്റാതെയും
അബ്രാഹാമും ലാസർ ഇരിക്കുന്നിടത്തുനിന്ന് ഈ ധനവാന്റെ അടുത്തേക്ക് വരാൻ തക്കവണ്ണം പറ്റാത്തവണ്ണമുള്ള ആ ഗർത്തം ആരുണ്ടാക്കി? ലാസർ ഉണ്ടാക്കിയോ? ധനവാൻ ഉണ്ടാക്കിയോ? ധനവാൻ ഉണ്ടാക്കി. ലാസർ ദൈവത്തിന്റെ ദയയുള്ളവൻ, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, മാലാഖമാർ അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് ഇവിടെ ഗർത്തം ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഗർത്തം ആ ധനമോഹമാണ്. അവനവനതിന് തിന്നാനും കുടിക്കാനുമുള്ള വിഭവങ്ങളാണ്. അത് ഇന്ന് വരെയും തികഞ്ഞിട്ടില്ല. പിന്നെ ആർക്കും കൊടുക്കാന് കൊടുക്കണമെന്നൊക്കെ മനസ്സുണ്ട്. എങ്ങനെയാണ് പറഞ്ഞേ? കൊടുക്കണമെന്നൊക്കെ മനസ്സുണ്ട്. എങ്ങനെയാണ് കൊടുക്കണേ? തികഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു മനസ്സ് നമുക്ക് തരാൻ. തങ്ങളെ തന്നെ ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ മുറിപ്പെടുത്താൻ വേണ്ടിയാണ്ട് ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ധനസമ്പാദ്യത അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ, കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള വേദനകളൊക്കെ, പ്രിയമുള്ള ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് മരണം മൂലം വേർപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കന്മാരെയൊക്കെ ഒന്ന് ഓർക്കാം, ജീവിത പങ്കാളിയൊക്കെ ഓർക്കാം. നമുക്ക് അവർ കുറച്ചും കൂടി നമ്മളെ കരുതിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി അവര് നമ്മളെ ഒന്ന് വീണ്ടും വിചാരത്തോടെ വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ മക്കളുടെ അടിയും തൊഴിയും കൊണ്ട് കിടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവനവന്റെ കയ്യിൽ ഒരു പിടി ഉണ്ടാകുമായിരുന്നുള്ള ഒരു വിചാരമൊക്കെ ഉണ്ടെങ്കിൽ, ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ പൂർവികരെയൊക്കെ കുറച്ചും കൂടി സഹോദരങ്ങൾക്ക് കൊടുത്തതുപോലെ ആ ഫ്രണ്ടിലെ റോഡ് സൈഡിൽ കിടന്ന സ്ഥലമൊക്കെ 5 സെന്റ് എനിക്കും കൂടി തന്നിരുന്നെങ്കിൽ ഞാനും ഒരു കടമുറിയൊക്കെ പണിയുമായിരുന്നില്ലേ? എല്ലാം അവർക്ക് വിട്ടുകൊടുത്തു, ഒന്നും തന്നില്ല. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ഈ സമയത്ത് വസ്തു സംബന്ധമായിട്ട് ആരെങ്കിലുമൊക്കെ കേസ് നടത്തുന്നുണ്ടെങ്കിൽ, കേസുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മരണം മൂലം വേർപിരിഞ്ഞു പോയ മാതാപിതാക്കന്മാർ വഴി വേണ്ടവണ്ണം കരുതിയില്ല, എല്ലാം ആങ്ങളയ്ക്ക്, അനിയന്, ചേട്ടന് ഒക്കെ കൊടുത്തു. ഞങ്ങളെ വെറുതെ ശൂന്യമാക്കി ഇറക്കി വിട്ടു. ഞങ്ങൾ ഇന്നും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ആരുടെയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു വാശിയോ ഒരു വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ, ആ മരണം പെട്ടുപോയ നമ്മുടെ പിതാവിനെ, നമ്മുടെ മാതാവിനെ, നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, അവരെ മരണപ്പെട്ടുപോയി അവരെയൊക്കെ ഈ നിമിഷം പ്രിയമുള്ളവരെ ഒന്ന് ഓർത്തിട്ട് ഹൃദയത്തിൽ അവരോട് പറയാം, എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ നിങ്ങളെ ഇത്രയും കാലം നിങ്ങളോട് എനിക്ക് വിഷമമുണ്ടായി. അപ്പ, അമ്മേ, സഹോദര, സഹോദരി, ജേഷ്ഠ, അനുജ, എനിക്ക് വിഷമമുണ്ടായി. എന്നാൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്നു, എനിക്ക് ദൈവഭക്തിയാണ് വലുത്. ആരോടും വിദ്വേഷത്തിന്റെ വേര് വളർന്ന് കയ്പ് വരാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്നു. ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടവണ്ണം എന്നെ സഹായിക്കാത്തവര്, അതെന്റെ ആങ്ങളെയാകട്ടെ, എൻ്റെ അപ്പനാകട്ടെ, എൻ്റെ അമ്മയാകട്ടെ, പറഞ്ഞൊന്നും തന്നില്ല. മരണം മൂലം വേർപിരിഞ്ഞിരിക്കുകയാണ് അവരൊക്കെ. അവരുടെ ആത്മാവിന് ബന്ധനമായി തീർന്നിരിക്കുകയാണ്. എന്റെ സങ്കടമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവരുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം ഞാനിപ്പോൾ അവരെ ആത്മാവിന്റെ ആ ബന്ധനം അഴിക്കാൻ കർത്താവേ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സമ്പത്ത് മൂലമുണ്ടായിട്ടുള്ള വേദനകള് അനുഭവിക്കുന്നവര് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവര്, ആ ബന്ധനങ്ങൾ അഴിയാൻ ഒന്ന് സ്തുതിച്ച്, കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കുന്നു, ഒന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബന്ധനങ്ങൾ അഴിയട്ടെ, ആ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിക്കാൻ, ദൈവം ക്ഷമിക്കാൻ, നമുക്ക് അവരെ കെട്ടഴിച്ചു വിടാൻ, ആ ബന്ധനങ്ങൾ അഴിക്കാൻ എല്ലാവരും ഉയർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.